അമേരിക്കയുടെ രഹസ്യാന്വേഷണ മേധാവിയായി ചുമതലയേറ്റ തുൾസി ഗബ്ബാർഡുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ-US സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ഉഭയകക്ഷി രഹസ്യാന്വേഷണ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ചകൾ. തീവ്രവാദ വിരുദ്ധത, സൈബർ സുരക്ഷ, ഉയർന്നുവരുന്ന ഭീഷണികൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയായി. US പ്രതിനിധി സഭയിൽ ഭഗവത്ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തതോടെയാണ് തുൾസി ഗബ്ബാർഡിന് ജനപ്രീതിയേറിയത്. US കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ആദ്യത്തെ ഹിന്ദുവാണ് തുൾസി ഗബ്ബാർഡ്. 2012-ലും 2017-ലും ഭഗവത്ഗീതയിൽ തൊട്ടാണ് തുൾസി സത്യപ്രതിജ്ഞ ചെയ്തത്. കൃഷ്ണഭക്തയായ തുൾസിയെ ഭാരതീയ സംസ്കാരവും ഹൈന്ദവ രീതികളും ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തുൾസി ഗബ്ബാർഡ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ വേരുകളില്ലെങ്കിലും ഭാരതീയ ദർശനങ്ങളെയും സനാതന ധർമ്മത്തെയും മുറുകെ പിടിക്കുന്ന സ്ത്രീയാണ് തുൾസി ഗബ്ബാർഡ്. ഭഗവത്ഗീതയിലൂടെ ലഭിച്ച പാഠങ്ങളാണ് ഹിന്ദുമത വിശ്വാസത്തിലേക്ക് നയിച്ചത്. രാഷ്ട്രീയത്തിൽ എത്തുന്നതിന് മുൻപ് ഇറാഖ് സൈന്യത്തിന്റെ ഭാഗമായിരുന്നു. ഇറാഖ് യുദ്ധകാലത്ത് 3 സേനകളിലായി ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.